നമുക്ക് പ്രവചനത്തിനായിട്ട് ഒരുങ്ങാട്ടോ. പ്രവചനം. അവയവങ്ങളാണ് നിങ്ങൾ. നിങ്ങളിലുണ്ട്. നിങ്ങളുടെ മഹത്വത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ പ്രകാശിക്കുവിൻ, ഉജ്ജ്വലിക്കുവിൻ. ഈ മഹത്വീകരണത്തിന്റെ പ്രകാശത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രകാശിക്കും. ഈ ലോകത്തെ നിങ്ങൾ പ്രകാശിപ്പിക്കും. ഇത് വിശ്വസിക്കും, ഇത് സ്വീകരിക്കുവിൻ. ആമേൻ, ആമേൻ. പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് രോഗശാന്തി ഈ കൗളിന്റെ ഭാഗത്തായിട്ട് കുത്തി വേദന അല്ലെങ്കിൽ തരിതരിപ്പുള്ള ആരെ കർത്താവ് സൗഖ്യം കൊടുക്കും. ഈ വലതുഭാഷത്തുള്ള കവളിന്റെ ഭാഗത്ത് തരിതരിപ്പ് അല്ലെങ്കിൽ കുത്തി വേദന കർത്താവ് സൗഖ്യം കൊടുക്കും. Hallelujah, praise you Lord, thank you Lord, praise you Jesus. Hallelujah, 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 hallelujah. Thank you Lord, praise you Lord, praise you Jesus. Hallelujah, hallelujah. Thank you Lord, praise you Lord, praise you Jesus. Hallelujah, hallelujah. Amen. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എന്താണ് ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ള ഈ ഒരു എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം, അല്ലേ, എഴുതപ്പെടാത്ത ചാക്രിക ലേഖനം, ഇതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കാമോ? നിങ്ങൾക്ക് പറയണേ, പറയണത് കേൾക്കാൻ പറ്റണ്ടോ? ആ എന്തായാലും നമുക്ക് തുടങ്ങാമേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ നാമം കരുണയാണെന്നുള്ളതിൻ്റെ 5-ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. 5-ാം ഭാഗം. അപ്പോൾ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇത്രയേറെ കരുണയോ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. ഇത്രയേറെ കരുണയോ എന്നുള്ളതാണ് തലക്കെട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ആദ്യത്തെ ചോദ്യമാണ് ഈ 5-ാം ഭാഗത്ത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉത്തര ഇറ്റലിയിലെ ഒരു മത അധ്യാപകൻ ധൂർത്തപുത്രൻ്റെ ഉപമ തൻ്റെ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു. ആ കഥ കേൾക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും മനസ്സിൽ തോന്നുന്ന പ്രതികരണങ്ങൾ സ്വതന്ത്രമായി എഴുതാൻ അധ്യാപകൻ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതായത് അല്ലേ, ഒരു കാറ്റക്കിസം സ്കൂളിൽ അധ്യാപകൻ ധൂർത്തപുത്രൻ്റെ ഉപമ വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ മതാധ്യാപകൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഈ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്ന കാര്യം ഈ കഥ കേട്ടിട്ട്, അപ്പോൾ അത് നിങ്ങൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ
ഭൂരിപക്ഷം കുട്ടികളും എഴുതിയ ഒരു കാര്യം ഇതാണ്. എന്തെന്നാണ്? ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഉപമയുടെ അവസാന രംഗത്ത് പിതാവ് ധൂർത്തപുത്രനെ കഠിനമായി ശിക്ഷിച്ചതായി. രണ്ടാമത്തെ കാര്യം, മേലിൽ സ്വത്ത് ധൂർത്തടിക്കാതിരിക്കാൻ വേലക്കാരനായി വീട്ടിൽ താമസിപ്പിച്ചതായും എഴുതി വെച്ചു. കണ്ടോ? കുട്ടികളുടെ വ്യക്തിപരമായ പ്രതികരണമാണ്. ധൂർത്തപുത്രനെ കഠിനമായി ശിക്ഷിച്ചു എന്ന് പറയുന്നു ചില കുട്ടികൾ എന്ത് പറഞ്ഞു? മേലിൽ സ്വത്ത് ധൂർത്തടിക്കാതിരിക്കാൻ വേണ്ടി വേലക്കാരനായിട്ട് വീട്ടിൽ താമസിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതാണ് മാർപ്പാപ്പയോടുള്ള ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് മാർപ്പാപ്പ ആദ്യത്തെ ഉത്തരം നൽകുകയാണ്. ഇത് തികച്ചും മാനുഷികമായ പ്രതികരണമാണ്. കണ്ടോ? ഇത് തികച്ചും മാനുഷികമായ പ്രതികരണമാണ്. എന്നിട്ട് പറയാണ്, മൂത്തപുത്രൻ്റെ പ്രതികരണവും മാനുഷികമാണ്. മൂത്തപുത്രൻ അന്ന് അല്ലേ ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മൂത്തപുത്രൻ്റെ പ്രതികരണം എഴുതിയിരിക്കുന്നത് പോലെ അതും തികച്ചും മാനുഷികമാണ്. കാരണം വലിയൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം കുറ്റം ചെയ്ത ഒരാളെ അവരോട് ക്ഷമിക്കുകയും അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും അതൊരു സുഖകരമായ ഒരു ഏർപ്പാടല്ല, അല്ലേ? പ്രത്യേകിച്ച് പ്രാർത്ഥനാക്കാരുടെ ഇടയിൽ മനസ്സിലാവണം. അപ്പോൾ നമുക്കത് എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെയ്ത തെറ്റിന് നമ്മൾ ക്ഷമിച്ചാൽ ഇനി വീണ്ടും ചെയ്യാനായിട്ട് ഒരവസരം വീണ്ടും ചെയ്യാനായിട്ട് നമ്മൾ പ്രേരണ നൽകുകയല്ലേ? ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റുമേൽ നമ്മൾ ആ തെറ്റിനെ ക്ഷമിക്കുകയും ആ വ്യക്തിയെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുക എന്താ ചോദിക്കുക? അപ്പോൾ വീണ്ടും ഇനി അവന് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ, സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ? അങ്ങനെയാണോ? അപ്പം ഇതാണ് മാർപ്പാപ്പ. ഇത് തികച്ചും മാനുഷികമായ പ്രതികരണമാണ്. മൂത്തപുത്രൻ്റെ പ്രതികരണവും മാനുഷികമാണ്. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, എന്നാൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൽ നിന്ന് വരുന്നു. ഈ അർത്ഥത്തിലാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വചനം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. എന്താണ് ആ വചനം എന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വചനം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വചനം എന്താണ്? നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയോ ഫരിസേയരുടെയോ നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, മറികടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്തായിരുന്നു ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി? ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി പാപം ചെയ്യുന്നവരെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ, കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുക. അതാണ് ലോകനീതി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അപ്പം നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കണം. അപ്പം എന്താണ് കർത്താവ് ആഗ്രഹിക്കണത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെയാണ് വേറൊരു കാര്യം മനസ്സിലാവണത്. ലൂക്കയുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായം. ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാനൊന്ന് വായിക്കട്ടെ. ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം. അത് ഞാനൊന്ന് പഠന ബൈബിളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വായിക്കണേ. ഞാൻ ഇങ്ങനെ ഓടിച്ചു വായിക്കണേണ്. ആ ഒരു സംഭവത്തെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം. എന്താണത്? സക്കേവൂസിനെ കുറിച്ചാണ്. സക്കേവൂസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാട്ടോ. ഇവിടെ പഠന ബൈബിളുള്ളവർ പഠന ബൈബിൾ എടുത്തോട്ടോ. സക്കേവൂസിൻ്റെ ഭവനത്തിൽ
യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരുള്ള ഒരുവനുണ്ടായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ശ്രമിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. എന്തെന്നാൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ വായിച്ചത്. എന്താണ് ഇത് കണ്ടവരെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫരിസേയരും നിയമജ്ഞരുമാണ്. മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു, മനസ്സിലായോ? പക്ഷെ അതിൽ പ്രധാനപ്പെട്ട വിഷമം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാർ എന്തെന്നാണ്, ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ വിഷമം വരുന്ന ആൾക്കാരാരാ? അതാണ് നിയമജ്ഞരും ഫരിസേയരും. അപ്പോൾ പറയാണ്, ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു, ഇവൻ പാപിയായ ഒരുവൻ്റെ കൂടെ താമസിക്കാൻ ചെന്നല്ലോ എന്ന്. കണ്ടോ, അവർ പിറുപിറുക്കുകയാണ് ഫരിസേയരും നിയമജ്ഞരും. ഇവൻ പാപിയായ ഒരുവൻ്റെ കൂടെ താമസിക്കുവാൻ ചെന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ സ്വത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി അത് തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ഉണ്ടായിരിക്കുന്നു. ഇവനും അബ്രഹാത്തിൻ്റെ പുത്രനാണ്. എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ്. അപ്പോൾ ഞാനിത് വായിച്ചത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പിറുപിറുത്തു അല്ലേ? ആര് പിറുപിറുത്തു? നിയമജ്ഞരും ഫരിസേയരും പിറുപിറുത്തു. എന്താ കാര്യം? ഇവൻ പാപിയെ സ്വീകരിക്കുന്നല്ലോ. ഇവൻ പാപത്തിലായിരിക്കുന്ന ഒരാളെയാണല്ലോ സ്വീകരിച്ചിരിക്കണേ, മനസ്സിലായി? അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് വിളിക്കാനാണെന്നാണോ? ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് തികച്ചും മാനുഷികമായൊരു പ്രതികരണമാണ്. മൂത്ത പുത്രൻ്റെ പ്രതികരണവും മാനുഷികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, അപ്പോൾ എന്താണ് മാനുഷികമല്ലാത്തത്? അതാണ് ദൈവത്തിൻ്റെ കരുണ, അത് മാനുഷികമല്ല. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരുണ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ അർത്ഥത്തിലാണ് നമ്മൾ ആ വചനത്തേക്കെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ പറയണമായിരുന്നു. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, ലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. എന്നിട്ട് പറയാണ്, ഉപമയിലെ മൂത്ത പുത്രൻ്റെ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുക? ചിലപ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് പോലും നാം കേൾക്കുന്നു, ഇത്രയേറെ കരുണയോ? അപ്പോൾ മറ്റൊരു ചോദ്യചിഹ്നമാണ്, ഇപ്പം ഇത്രയൊക്കെ കരുണ കാണിക്കേണ്ടതുണ്ടോ? സത്യത്തിൽ ഈ തെറ്റ് ചെയ്തവരോടും പാപം ചെയ്തവരോടും എല്ലാമേ ഇത്രയേറെ കരുണ കാണിക്കേണ്ടതുണ്ടോ? അപ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് പോലും ഇങ്ങനത്തെ ഒരു ചിന്ത ഉയരുകയാണ്. എന്തെന്നാണ്? ഇത്രയേറെ കരുണയോ? ഇത്രയെല്ലാം കരുണ കാണിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതാണ് ചോദ്യം. ഇതൊരു എന്താ പറയുക, ഇതൊരു വെല്ലുവിളിയുമാണ് അല്ലേ? ഇത്രയേറെ കരുണയോ? എന്നിട്ട് പറയാണ്, സഭ പാപത്തെ അപലപിക്കണം, അതായത് നിഷേധിക്കണം, തള്ളിപ്പറയണം പാപത്തെ. തീർച്ചയായിട്ടും പാപത്തെ തള്ളിപ്പറയേണ്ടതുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ഇപ്പം ഈ സക്കേവൂസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചൊരു കാര്യം നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഈശോ കാണിച്ചത്? ഈശോ എന്ത് ചെയ്തു? ഈശോ പറഞ്ഞു, നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ അതിനെ മറ്റൊരു വിധത്തിൽ മനസ്സിലാക്കുകയാണ് നമ്മൾ. അതെന്താണ്? പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. മനസ്സിലാവുണ്ടാന്ന് എന്താ പറഞ്ഞേ? പാപത്തെ വെറുക്കുക. സഭ ഒരു സമയം തന്നെ പാപത്തെ വെറുക്കുകയും പാപിയെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ അടിയിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഉപമയിലെ മൂത്ത പുത്രൻ്റെ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുക? ചിലപ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് പോലും നാം കേൾക്കുന്നു, ഇത്രയേറെ കരുണയും. സഭ പാപത്തെ അപലപിക്കണം, തള്ളിപ്പറയണം. ശരിയാണ്, തീർച്ചയായിട്ടും പാപത്തെ തള്ളിപ്പറയേണ്ടതുണ്ട്. പാപത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ?
ഇത് പാപമാണ് എന്ന സത്യം അറിയിക്കേണ്ടതിനാൽ സഭ പാപത്തെ അപലപിക്കുന്നു, അതായത് തള്ളിപ്പറയുന്നു. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. അതേസമയം പാപിയാണെന്നൊരാൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, കണ്ടോ, അതേസമയം ഞാൻ ഒന്നും കൂടി വായിക്കുകയാണ്. ഇത് പാപമാണെന്ന് എന്ന സത്യം അറിയിക്കേണ്ടതിനാൽ സഭ പാപത്തെ അപലപിക്കുന്നു, പാപത്തെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ പാപത്തെ തള്ളിപ്പറയുന്നു. പക്ഷെ ആ പാപത്തെ തള്ളിപ്പറയുന്നു, അതേസമയം തന്നെ സഭ എന്ത് ചെയ്യുന്നു? അതേസമയം തന്നെ പാപിയാണെന്നൊരാൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സഭ അയാളെ ആശ്ലേഷിക്കുന്നു. കണ്ടോ, സഭ അയാളെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പുണരുന്നു. എന്നിട്ട് പറയാണ് അയാളെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ത് പറയാണ്? പിന്നെ അയാളെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പറയാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാണ്. അപ്പം 3 പോയിന്റുകളാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? സഭ തീർച്ചയായിട്ടും പാപത്തെ അപലപിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് സഭ അതേസമയം സഭ പാപിയാണെന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലേ, ഒരാൾ ഞാൻ പാപിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സഭ അയാൾ എന്ത് ചെയ്യും? അയാളെ ആശ്ലേഷിക്കും, അയാൾക്ക് സ്വാഗതം മരുളും, അയാളെ സ്വാഗതം ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ? ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ പറ്റി സംസാരിക്കുന്നു. അപ്പം ഇതൊക്കെയല്ലേ ഇപ്പോൾ സക്കേവുസിൻ്റെ ആ ജീവിതത്തിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ചതല്ലേ? മനസ്സിലായോ? അവനെ ആശ്ലേഷിച്ചോ ഇല്ലയോ? അവനെ സ്വാഗതം ചെയ്തോ ഇല്ലയോ? അവൻ്റെ അടുത്ത് കർത്താവ് തൻ്റെ അനന്തമായ കാരുണ്യത്തെ പറ്റി സംസാരിച്ചോ ഇല്ലയോ? എന്താണ് അനന്തമായ കാരുണ്യത്തിൻ്റെ മറ്റൊരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സക്കേവുസിൻ്റെ കാര്യത്തിൽ? എന്താണ്? ഇവനും അബ്രഹത്തിൻ്റെ പുത്രനാണ്. മനസ്സിലായോ? ഇവൻ്റെ രക്ഷ കൂടി എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എന്താണ് ഈശോ പറഞ്ഞത്? ഇവൻ്റെ രക്ഷയും കൂടി, ഇവൻ്റെ വ്യക്തിപരമായ രക്ഷയും കൂടി എന്താണ്? എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? സഭ പാപത്തെ വെറുക്കുന്നു, അതേസമയം തന്നെ പാപിയെ എന്ത് ചെയ്യുന്നു? പാപിയെ സ്വീകരിക്കുന്നു. മനസ്സിലായി? പാപത്തെ വെറുക്കുന്നു, അല്ലെങ്കിൽ പാപത്തെ തള്ളിപ്പറയുന്നു, പാപത്തെ നിഷേധിക്കുന്നു. അപ്പം അതേസമയം തന്നെ ആ പാപം ചെയ്ത ആളെ സ്വീകരിക്കുന്നു, ആ ആളോട് ക്ഷമിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതൊരു പോയിൻ്റാണ്. നമ്മളിതെപ്പോഴും കേൾക്കണ കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ. ഇതെപ്പോഴും നമ്മൾ ആദ്യത്തെ അറിവെന്നല്ല, ഇതൊന്നും നമ്മളെപ്പോഴും കേൾക്കണ കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് തന്നെ കുരിശിൽ തറയ്ക്കുകയും. അപ്പോൾ ഇത്രയേറെ കരുണയോ എന്ന് ചോദിച്ചല്ലോ നമ്മൾ. അവിടെ ഒരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഇത്രയേറെ കരുണയോ, സഭയ്ക്കുള്ളിൽ നിന്ന് പോലും കേൾക്കുന്നു ഇത്രയേറെ കരുണയോ. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ വന്ന മറ്റൊരു കാര്യവും കൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം, നിങ്ങളെല്ലാവരും ബൈബിൾ എടുത്തോ കേട്ടോ, ബൈബിൾ എടുത്തോളൂ. പഠന ബൈബിളുള്ളവർ പഠന ബൈബിൾ എടുത്തോ, അല്ലാത്തവർ സാധാരണ ബൈബിൾ എടുത്തോ. അപ്പോൾ അവിടെ മത്തായിയുടെ സുവിശേഷം അല്ലേ, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 18 മുതലുള്ള വചനങ്ങൾ എന്താ അതൊന്ന് നമുക്ക് നോക്കാം. പഠന ബൈബിളുള്ളവർ പഠന ബൈബിൾ എടുക്കണേ. ഞാൻ വായിക്കാൻ പോണേ ഉണ്ടോ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളാണ്. 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ, അല്ലെങ്കിൽ 19 വരെയുള്ള വചനങ്ങൾ ഞാൻ വായിക്കാൻ പോണേ. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: യേശുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടേക്കണ വചനങ്ങളും ഈ വചനത്തെക്കുറിച്ച് പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്.
അല്ലെങ്കിൽ ഒറ്റ കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ ആ ഒരു പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ. ഇപ്പോൾ ജോസഫ് ആ കാലഘട്ടത്തിൽ ഒരു യുവതി ഗർഭിണിയായി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ഒരു കുറ്റകൃത്യമായിരുന്നു. വധശിക്ഷയാണ് അതിൻ്റെ പരിഹാരമുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ അത് ഭർത്താവിന് പോലും അറിയില്ല ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന തൻ്റെ ഭാര്യ അല്ലേ, ഭാര്യ ആകാനിരിക്കുന്ന തൻ്റെ അല്ലേ ആ സ്ത്രീ എങ്ങനെയാണ് ഗർഭിണിയായിരിക്കണേ എന്നുള്ളത് ഈ ഭർത്താവിന് പോലും അറിയില്ല. അപ്പം അങ്ങനെ ആയിരിക്കെയാണ് ഈ വചനത്തെ അവിടെ വായിക്കുന്നത്, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ. അതുകൊണ്ട് ഇവിടെ ജോസഫ് ശരിക്കും എന്താ പറയുക, മാതാവ് അല്ലേ പരിശുദ്ധ കന്യകാമറിയത്തോട് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാകാനിരിക്കുന്ന ആ യുവതിയോട് ശരിക്കും ഒരു കരുണ കാണിക്കണമല്ലേ? ശരിക്കും കരുണയല്ലേ അത്? കാരണം ജോസഫിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കാമായിരുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കുമ്പോൾ എന്ത് സംഭവിക്കും അല്ലേ? പരസ്യമായി ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അവൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ അർഹയായിത്തീരും. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തു? അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മനസ്സിലായോ? അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ പഠന ബൈബിളുള്ളവർ ഈ ഒരു പേജും കൂടി ഇങ്ങോട്ട് മറിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഈ പഠന ബൈബിളിൽ അതിൻ്റെ വ്യാഖ്യാനം അടിയിൽ കൊടുത്തിട്ടുണ്ട് ഫുട് നോട്ടിൽ. അതും കൂടി ഞാനൊന്ന് വായിക്കട്ടെ. അതും കൂടി ഒന്ന് വായിക്കട്ടെ. ജോസഫിൻ്റെ നീതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. ജോസഫിൻ്റെ നീതി. പഠന ബൈബിളുള്ളവർ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനത് വായിക്കാൻ പോവാണേ. ജോസഫ് നീതിമാനായിരുന്നു എന്ന മത്തായി 1:19 പ്രസ്താവം പുതിയ നിയമത്തിലെ പുത്തൻ നീതി ശൃംഖലയുടെ ഒന്നാമത്തെ കണ്ണിയാണ്. ദൈവനീതിയുടെ അപ്രതീക്ഷിത മുഖമാണ് ക്രിസ്തുവിൽ തെളിഞ്ഞു കണ്ടതെങ്കിൽ പുതിയ നിയമം മുഴുവനും ഈ പുത്തൻ നീതി സങ്കല്പത്താൽ നിറഞ്ഞിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും നീതി. കണ്ടോ? ശ്രദ്ധിച്ചോ? എന്തെന്നാണ്? നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും നീതിയെന്ന്. ക്രിസ്തുവിൻ്റെ മാത്രമല്ല, ക്രിസ്ത്യാനിയുടെയും നീതി എന്താണ്? നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നത് ആണ്. അതിശയിക്കുന്ന നീതിയായിരിക്കണം ക്രിസ്ത്യാനികളുടെ നീതി. അതാണ് മത്തായി 5:20 അവിടെ ആ വചനം കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് എന്ന് റോമാ 3:22 വാക്യം ക്രിസ്തുവിലെ ദൈവനീതിയുടെ പേര് കരുണയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ശ്രദ്ധിച്ചോ? എന്താണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണെന്ന റോമ 3:22 വചനത്തിലെ വാക്യം ക്രിസ്തുവിലെ ദൈവനീതിയുടെ പേര് കരുണയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിലെ ദൈവനീതിയുടെ പേര് കരുണയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരുണയുടെ കവിഞ്ഞൊഴുക്കാണ് മത്തായി 1:19 കാണുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്തെന്നാണ് കണ്ടത്? കരുണയുടെ കവിഞ്ഞൊഴുക്കാണ് മത്തായി 1:19 കണ്ടതെന്ന്. കരുണയുടെ, അതാണ് ഞാൻ ഇപ്പോൾ അത് കൂട്ടിച്ചേർത്തത്. എന്താണ്? സഭയ്ക്കുള്ളിൽ നിന്ന് പോലും നാം കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു? എന്ത് കേട്ടു? എന്തെന്നാ കേട്ടത്? ഇവിടെ ഇപ്പോൾ വായിച്ചത്, ഇത്രയേറെ കരുണയോ, ഇത്രയേറെ കരുണ കാണിക്കേണ്ടതുണ്ടോ? മനസ്സിലായോ? എന്ന് സഭയ്ക്കുള്ളിൽ നിന്ന് പോലും ചോദ്യമാണ്. ഇത്രയൊക്കെ കരുണ കാണിക്കേണ്ട ആവശ്യകതയുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ക്ഷമിക്കേണ്ടതുണ്ടോ? അപ്പം ജോസഫിൻ്റെ നീതിയെ തീർച്ചയായിട്ടും ഈ കരുണയുമായിട്ട് അല്ലേ കണക്ട് ചെയ്യേണ്ടതല്ലേ?
അപ്പം കരുണയുടെ കവിഞ്ഞൊഴുക്കാണ് മത്തായി 1:19 കാണുന്നത്. താൻ അറിയാതെ ഗർഭിണിയായ തൻ്റെ ഭാര്യ മറിയത്തെ പരസ്യമായി ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഉണ്ടോ? പരസ്യമായി ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കാരണം മേരിയുടെ വധത്തിലെ അത് അവസാനിക്കും. അതായത് വധശിക്ഷയിൽ, അല്ലേ, വധശിക്ഷയിൽ അവസാനിക്കും. മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ജോസഫ് എടുക്കുന്ന തീരുമാനം കണ്ടോ? മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ജോസഫ് എടുക്കുന്ന തീരുമാനം ദൈവിക നീതിയുടെ പ്രതിബിംബനം തന്നെയാണ്. കണ്ടോ? രഹസ്യമായി ഉപേക്ഷിക്കാൻ ജോസഫ് എടുക്കുന്ന തീരുമാനം ദൈവിക നീതിയുടെ എന്താണ്? പ്രതിബിംബനം തന്നെയാണ്. എന്നിട്ട് പറയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ കഴിയുക. അപ്പം എങ്ങനെയാണ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ കഴിയുക? അപ്പം അതിന് 2 സാധ്യതകളാണ് ഈ പഠന ബൈബിളിൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കണേ. എന്തെന്നാണ് ആ 2 സാധ്യതകൾ? 2 സാധ്യതകളുണ്ടാകാം. എന്നിട്ട് പറയാണ് 2 സാധ്യതകളുണ്ടാകാം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ സാധ്യത പറയാണ് ആരും അറിയാതെ ജോസഫ് നാട് വിട്ടു പോവുക, അല്ലേ? ആരും അറിയാതെ ജോസഫ് നാട് വിട്ട് ജോസഫിന് പോകാം. എല്ലാ പഴിചാരലും ജോസഫിലേക്ക് കേന്ദ്രീകരിക്കാൻ ഇതിടയാകും, അല്ലേ? ഒരു സാധ്യത എന്താണ്? ജോസഫിന് ആ നാട് വിട്ട് ആരും അറിയാതെ ആ നാട് വിട്ട് പോകാം. അപ്പോൾ എല്ലാ കുറ്റങ്ങളും ജോസഫിൻ്റെ പേരിലാവും, അല്ലേ? അവളെ ഗർഭിണിയാക്കിയിട്ട് പോയി എന്നൊക്കെയുള്ള, അല്ലേ, അങ്ങനെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള പലവിധ കിംവദന്തികളും അവനിലേക്ക് മാത്രം ചെന്ന് നിൽക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? നാട്ടിൽ തന്നെ ഒരു മൂരാച്ചിയെ പോലെ കഴിയുക. നാട്ടിൽ തന്നെ ഒരു മൂരാച്ചിയെ പോലെ കഴിയുക. താൻ വിവാഹം ചെയ്തവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ തനിക്ക് വേണ്ട എന്ന് യുക്തിരഹിതമായി ശാഠ്യം പിടിക്കുന്ന ഒരുവനായി ജോസഫിനെ നാട്ടുകാർ പരിഗണിക്കും, അല്ലേ? എന്താണ്? നാട്ടിൽ തന്നെ ജീവിക്കാം. രണ്ടാമത്തെ സാധ്യത. എങ്ങനെ ജീവിക്കാം? താൻ വിവാഹം ചെയ്തവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ തനിക്ക് വേണ്ടെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടോ? വിവാഹം ചെയ്യാനിരിക്കുന്നവളെ ഗർഭിണിയാക്കിയതിന് ശേഷം തനിക്ക് ആ അല്ല, അവളെ എനിക്ക് വേണ്ട, അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ഒരു സാധ്യത, അങ്ങനെ കൂടി ഉള്ളൊരു സാധ്യത പറയാം. തനിക്ക് വേണ്ട എന്ന് യുക്തിരഹിതമായി ശാഠ്യം പിടിക്കുന്ന ഒരുവനായി ജോസഫിനെ നാട്ടുകാർ ഗണിക്കും. ഇവിടെയും പഴിയേൽക്കുന്നത് ജോസഫ് തന്നെ. മനസ്സിലായോ? അപ്പോൾ ഈ 2 സാധ്യതകളാണ് പറയുന്നത്. എന്നിട്ട് പറയണം ഇതാണ് ജോസഫിൻ്റെ നീതി. മനസ്സിലായോ? എന്തായിരുന്നു ജോസഫിൻ്റെ നീതി? രഹസ്യമായി, അല്ലേ? അതിനു മുമ്പ് നിങ്ങൾ ഒന്നും കൂടി ഈ ബൈബിള് ഇപ്പുറത്തോട്ടൊന്ന് മറിച്ചിട്ട് ഇത് വിടരുത്, ഒന്നും കൂടി നോക്കി ആ 19ാമത്തെ വചനം ഒന്നും കൂടി നോക്കിയേ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും, ശ്രദ്ധിക്കണം, നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ, ഉണ്ടോ? അവൾ അപമാനിക്കപ്പെടരുതെന്ന് ജോസഫിന് നിർബന്ധമുണ്ട്. മനസ്സിലായോ? വളരെ നിർബന്ധമാണ്. എന്ത്? അവൾ അപമാനിക്കപ്പെടരുത്. താൻ അപമാനിക്കപ്പെട്ടാലും അവൾ അപമാനിക്കപ്പെടരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ജോസഫിന്. അതുകൊണ്ടാണ് എന്താണ്? അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ. അപ്പം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? അവൾ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായികയാൽ. അപ്പം അത് ഞാനൊന്നും കൂടി ഓർമ്മിപ്പിച്ചതാണ്. ഇനി വീണ്ടും ഈ ജോസഫിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരാട്ടോ. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ക്രിസ്തുവിൽ പ്രകടമായ ദൈവിക നീതിയുടെ ഒരു ചെറിയ മുൻപതിപ്പായിരുന്നില്ലേ ജോസഫിൻ്റെ ജീവിതം. അതായത് ഇങ്ങനെ അതിനെ മനസ്സിലാക്കണമെന്ന് പറയാണ്. അതായത് ക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന കരുണയുടെ ഒരു മുൻ ആസ്വാദനം, അല്ലേ? ക്രിസ്തുവിലൂടെ പ്രകടമാകാനിരിക്കുന്ന കരുണയുടെ ഒരു മുൻ ആസ്വാദനം ജോസഫിൽ അനാവൃതമാകുന്നു, അല്ലേ? ക്രിസ്തുവിലൂടെ പ്രകടമാകാനിരിക്കുന്ന കരുണയുടെ ഒരു മുൻ ആസ്വാദനം ജോസഫിലൂടെ അനാവൃതമാകുന്നു, അല്ലേ? അനാവൃതമാകുന്നു. അങ്ങനെ അതിനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ക്രിസ്തുവിൽ പ്രകടമായ ദൈവിക നീതിയുടെ
ഒരു ചെറിയ മുൻപതിപ്പായിരുന്നില്ലേ ജോസഫിൻ്റെ ജീവിതം? കുരിശിലെ സ്വയബലിയുടെ പ്രകടമായ ദൈവിക നീതിയുടെ അഥവാ ദൈവിക കരുണയുടെ ഒരു മുൻ ആസ്വാദനം ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പം ഞാനിതെല്ലാം വായിച്ചത് ഇങ്ങനെ പുതിയ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് വായിച്ചത് എന്തിനാണെന്നറിയോ? ജോസഫിൻ്റെ നീതിയെക്കുറിച്ച്. അല്ലെങ്കിൽ അവൻ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ എല്ലാം ആ നീതിയും കരുണയും അതെല്ലാം എന്ത് ചെയ്യുന്നു? ഇവിടെ കോർത്ത് ഇണക്കിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതാണ് ഇത്രയേറെ കരുണയോ? സഭയ്ക്കുള്ളിൽ നിന്ന് പോലും ചോദ്യമുയരുകയാണ്, ഇത്രയേറെ കരുണയോ? ഇങ്ങനെയൊക്കെ കരുണ കാണിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ജോസഫ് എന്ന് പറഞ്ഞ ആ വ്യക്തി മാതാവിനോട് കാണിച്ച കരുണ കണ്ടോ? അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അങ്ങനെ നിസ്സാര കാര്യമാണോ സത്യത്തിൽ? അല്ലേ? നിസ്സാര കാര്യമാണോ എന്ന് എത്രത്തോളം ഗൗരവമായൊരു കാര്യമാണത്, എത്രത്തോളം ഗൗരവം. ഒരാളുടെ ജീവനെ തന്നെ ബാധിച്ചേക്കാവുന്ന, മാതാവ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള ഒരു വിഷയം ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പം രഹസ്യമായിട്ട് ജോസഫ് ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? ജോസഫ് അപമാനിക്കപ്പെടും. പരസ്യമായിട്ട് മാതാവ് ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിലോ മാതാവ് അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം വധിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അല്ലേ ജോസഫ് എടുക്കുന്ന തീരുമാനമാണ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവൾ അപമാനിതയാകാനും ഇഷ്ടപ്പെടായികയാൽ, മനസ്സിലായോ? അപമാനിതയാകാൻ ഇഷ്ടപ്പെടായികയാൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പം ഇത്രയേറെ കരുണ ഉള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ എന്താ പറയുക. അപ്പം ഞാനൊന്നും കൂടി അത് വായിക്കട്ടെ. ഇത് പാപമാണെന്ന സത്യം അറിയിക്കേണ്ടതിനാൽ സഭ പാപത്തെ അപലപിക്കുന്നു. അതേസമയം പാപിയാണെന്ന് ഒരാൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സഭ അയാളെ ആശ്ലേഷിക്കുന്നു, അയാളെ സ്വാഗതം ചെയ്യുന്നു, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെപ്പറ്റി സംസാരിക്കുന്നു. തന്നെ കുരിശിൽ തറയ്ക്കുകയും, ശ്രദ്ധിക്കണം കേട്ടോ, തന്നെ കുരിശിൽ തറയ്ക്കുകയും അപലപിക്കുകയും ചെയ്തവരോട് പോലും യേശു ക്ഷമിക്കുന്നു. തന്നെ കുരിശിൽ തറയ്ക്കുകയും, അല്ലേ, യഹൂദജനങ്ങളോട്, അല്ലേ, തന്നെ കുരിശിൽ തറച്ച യഹൂദരോടും പിന്നെ അപലപിക്കുകയും ചെയ്തവരോടും, ഇല്ലേ, അപലപിക്കുകയും ചെയ്തു. ഇപ്പോൾ കയ്യഫാസ് തൻ്റെ വസ്ത്രം അല്ലേ മുഴുവനും കീറിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി മറ്റൊരു സാക്ഷിയുടെ ആവശ്യം നമുക്കില്ല, കാരണം ഇവൻ്റെ അധരത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നു, എന്താണ്, ഇവൻ ദൈവപുത്രനാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവൻ ദൈവം തന്നെയാണെന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഇവൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇനി മറ്റൊരാളുടെ സാക്ഷ്യം ആവശ്യമില്ല. കണ്ടോ? യേശുവിനെ തള്ളിപ്പറയുകയാണ് കയ്യഫാസ്. അതോടൊപ്പം തന്നെ യേശു കുരിശിൽ തറക്കപ്പെട്ട് കിടക്കുന്ന നിമിഷത്തിൽ അവിടെ നിന്നിരുന്ന ചില ആളുകൾ കുരിശിലേക്ക് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇവൻ ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞല്ലോ, ഇവൻ ദൈവം തന്നെയാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവനെ തന്നെ സ്വയം രക്ഷിക്കാൻ ഇവന് സാധിക്കില്ലേ? അങ്ങനെ ഇവൻ ദൈവമാണെങ്കിൽ ഇവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. മനസ്സിലായോ? യേശുവിനെ കുരിശിൽ തറയ്ക്കുകയും അപലപിക്കുകയും ചെയ്തവരോട് പോലും യേശു ക്ഷമിക്കുന്നു. പിന്നറിയാം നമുക്ക് ലുങ്കിനോസ് ഈശോൻ്റെ ഹൃദയത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച, കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടും. അപ്പോൾ ഇതെല്ലാം യേശു അവരോട് ക്ഷമിച്ചതിൻ്റെ എല്ലാം അടയാളമാണ്. കുരിശിൽ അപലപിക്കുകയും ചെയ്തവരോട് പോലും യേശു ക്ഷമിക്കുന്നു. നമുക്ക് സുവിശേഷത്തിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, നമുക്ക് സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. ഏത് സുവിശേഷത്തിലേക്ക്? ഈ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം
ധൂർത്തപുത്രൻ്റെ ഉപമയുടെ ആ ഭാഗത്തേക്ക് തിരിച്ചു വരാം. മകൻ തിരിച്ചു വരുമ്പോൾ അവനോട് ക്ഷമിച്ച് അവനെ സ്വാഗതം ഓതുക മാത്രമല്ല, വിരുന്ന് ഒരുക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. വിരുന്നിൻ്റെ സന്തോഷം കാരുണ്യത്തിൻ്റെ പ്രകടനമാണ്. ശ്രദ്ധിക്കണോട്ടോ, ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെന്നാണ് വിരുന്നിൻ്റെ സന്തോഷം എന്നത്? എന്തെന്നാണെന്ന്? കാരുണ്യത്തിൻ്റെ പ്രകടനമാണ്. വിരുന്നിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ പ്രകടനമാണ്. കരുണയുടെ പ്രകടനമാണ് വിരുന്നിൻ്റെ സന്തോഷം. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വചനം ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പറയാണിപ്പോൾ എന്തെന്നാണ്? എന്നിട്ട് ആ വചനത്തെ കോട്ട് ചെയ്തിട്ടും മാർപ്പാപ്പ പറയണം, അവിടെ ഇങ്ങനെ പറയുന്നില്ല. എന്ത് പറയുന്നില്ല? അവൻ തൻ്റെ പഴയ വഴികളിലേക്ക് തിരിച്ചുപോയി കൂടുതൽ പാപം ചെയ്താലോ എന്ന്. നമുക്ക് പലപ്പോഴും നമ്മളോട് തെറ്റ് ചെയ്തവരോടെ അല്ലെങ്കിൽ വലിയ പാപാവസ്ഥയിലായിരിക്കുന്നവരോടൊക്കെ നമുക്ക് ക്ഷമിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി ഒരു ധാരണയുണ്ട്. നമുക്ക് ക്ഷമിക്കാൻ മടിക്കണത് എന്തുകൊണ്ടാണ്? ഒരു റീസൺ എന്താണെന്നറിയാമോ? ഇപ്പോൾ ഇതിപ്പോൾ ക്ഷമിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും അവൻ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതിനൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യുക. ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് ക്ഷമിക്കുമ്പോൾ എന്ത് ക്ഷമിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിന് വീണ്ടും അവന് പാപം ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്യണേ. അങ്ങനെയാണോ? അങ്ങനെയാണെന്നാണ് ഉത്തരവെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മളോട് തന്നെ. ഇപ്പം ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചോ ഇല്ലയോ? ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു ഇല്ലേ? അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഈശോ ക്ഷമിച്ചു, ഞാൻ പാപിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. അതിനുശേഷം നമുക്ക് ആ പാപം ചെയ്യാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെയ്യാൻ പറ്റണുണ്ടോ നമുക്കങ്ങനെ? നമ്മൾ ആ തെറ്റിലേക്ക് വീണ്ടും പോകുന്നുണ്ടോ? നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ചില പാപാവസ്ഥകളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നുണ്ടോ? പോകുന്നില്ല. മനസ്സിലായോ? അപ്പം ഒരു ചിന്താധാര ഇങ്ങനെയാണ്. എന്തെന്നാണ്? ഒരു കുറ്റം ചെയ്യണ ആളെ കണ്ടാൽ, ഒരു തെറ്റ് ചെയ്ത ഒരാളെ കണ്ടാൽ, അല്ലെങ്കിൽ ആ ആളോട് അത് നമ്മൾ ക്ഷമിക്കുമ്പോൾ ആൾക്ക് കൂടുതൽ അത് വീണ്ടും തെറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഒരുക്കി കൊടുക്കുകയല്ല ചെയ്യണേ എന്നുള്ളത് അത് ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ ചിന്തിക്കണത്. മനസ്സിലായോ? അത് ഏറ്റവും വലിയ തെറ്റാണ്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഇത് തികച്ചും മാനുഷികമായ പ്രതികരണമാണ്. എന്ത്? ഈ തെറ്റ് ചെയ്ത് ഇപ്പം ഇത്രയും പാപം ചെയ്ത്, അതായത് ഈ സ്വത്തൊക്കെ ദൂർത്തടിച്ച് അല്ലേ വ്യഭിചാരവും ചെയ്ത് നടന്ന ഈ മകനെ ആണോ നീ ഇവിടെ കയറ്റിയിരുത്തിയേക്കണേന്ന് മൂത്ത പുത്രൻ പിതാവിനോട് ചോദിക്കുകയാണ് അല്ലേ? അപ്പം ഇത് ഏറ്റവും വലിയ ചിന്തയാണ്. എന്തെന്ന്? നമ്മളെ സംബന്ധിച്ചട്ടോ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് വീണ്ടും സ്വീകരിക്കാമോ അല്ലെ വീട്ടിൽ കയറ്റാമോ എന്നുള്ളത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, അവിടെ ഇങ്ങനെ പറയുന്നില്ല, അവൻ തൻ്റെ പഴയ വഴികളിലേക്ക് തിരിച്ചുപോയി. കണ്ടോ ഈ ധൂർത്തപുത്രൻ അവൻ പഴയ വഴികളിലേക്ക് തിരിച്ചുപോയി വീണ്ടും പാപം ചെയ്തോ? മനസ്സിലായോ? അവൻ അവിടെ ഇങ്ങനെ പറയുന്നില്ല, അവൻ തൻ്റെ പഴയ വഴികളിലേക്ക് തിരിച്ചുപോയി കൂടുതൽ പാപം ചെയ്താലോ എന്ന്. അത് അവൻ്റെ പ്രശ്നമാണ്. പത്രോസ് ചോദിക്കുന്നില്ലേ, ഒരാൾ തെറ്റ് ചെയ്താൽ അവനോട് 7 പ്രാവശ്യം ക്ഷമിക്കണോ എന്ന്? യേശു പറഞ്ഞതോ 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ്. അത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 22-ാമത്തെ വചനം കൂടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും പറയാണ്, അതിന് മറ്റൊരു പാഠാന്തരമാണുള്ളത്, അതായത് മറ്റൊരു വ്യാഖ്യാനം അതിനുണ്ട്. എന്താണ്? ഇപ്പോൾ പത്രോസ് ചോദിച്ചല്ലോ,
തെറ്റ് അല്ലേ, എന്നോട് തെറ്റ് ചെയ്താൽ, ഒരാൾ തെറ്റ് ചെയ്താൽ അവനോട് 7 പ്രാവശ്യം ക്ഷമിക്കണോ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് ഈശോ പറയണത്. അപ്പോൾ അതിന് മറ്റൊരു അർത്ഥവും കൂടി അല്ലെങ്കിൽ വ്യാഖ്യാനവും കൂടി ഉണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണതാണ്. എന്താണ് ആ അർത്ഥം? അതിന് മറ്റൊരു പാഠാന്തരമാണുള്ളത്. എപ്പോഴും ക്ഷമിക്കണമെന്നാണത്. കണ്ടോ, 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഈശോ ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴും ക്ഷമിക്കുക. അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഇല്ല. മനസ്സിലായോ? എന്തെന്നാണ്? എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുക. കരുണയുള്ള പിതാവിൻ്റെ മൂത്ത പുത്രന് സാഹചര്യം മനസ്സിലായില്ലെങ്കിലും, ശ്രദ്ധിക്കണോട്ടോ, എന്തെന്നാണ്? കരുണയുള്ള പിതാവിൻ്റെ മൂത്ത പുത്രൻ, അല്ലെ, അതായത് ഈ ധൂർത്തപുത്രൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, മൂത്ത പുത്രന് സാഹചര്യം മനസ്സിലായില്ലെങ്കിലും, അപ്പം ആ സാഹചര്യം എന്താണെന്ന് അവന് മനസ്സിലായിട്ടില്ല. സാഹചര്യം മനസ്സിലായില്ലെങ്കിലും സത്യം പറയാൻ അവസരം കിട്ടി. സത്യം പറയാൻ അവസരം കിട്ടി. ഇളയ പുത്രനോ അവന് സ്വയം പഴിക്കാൻ പോലും അവസരം കിട്ടുന്നില്ല. പിതാവ് അവനെ അതിൽ നിന്നും തടയുകയാണ്. പിതാവ് അവനെ കെട്ടിപ്പുണരുന്നു. കൃത്യമായി പറഞ്ഞാൽ ലോകത്തിൽ പാപമുണ്ട്. അതിനാൽ നമ്മുടെ മാനുഷിക പ്രകൃതി യഥാർത്ഥ പാപത്താൽ മുറിവേൽക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ലോകത്തിൽ പാപമുണ്ട്. അതിനാൽ നമ്മുടെ മാനുഷിക പ്രകൃതി യഥാർത്ഥ പാപത്താൽ മുറിവേൽക്കുന്നു. അല്ലേ? യഥാർത്ഥ പാപത്താൽ മുറിവേൽക്കുന്നു. യഥാർത്ഥ പാപം എന്താണെന്ന് നമ്മളിനി പറയേണ്ടതില്ലല്ലോ. മനസ്സിലായോ യഥാർത്ഥ പാപം എന്താണെന്നുള്ളത്? അതിനെയാണ് ഉത്ഭവ പാപം എന്ന് പറയുക. മനസ്സിലായോ? ലോകത്തിൽ പാപമുണ്ട്. അതിനാൽ നമ്മുടെ മാനുഷിക പ്രകൃതി യഥാർത്ഥ പാപത്താൽ മുറിവേൽക്കുന്നു. ദൈവം സ്വന്തം പുത്രനെ തന്നെ നമുക്ക് നൽകി താൻ കരുണാപൂർണനാണെന്ന് വെളിപ്പെടുത്താനായി. ദൈവം കരുതലുള്ള ശ്രദ്ധയുള്ള പിതാവാണ്. വീട്ടിലേക്ക് നയിക്കാനായി ഒരു ചുവട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവനെ സ്വാഗതം ചെയ്യാൻ പിതാവ് സദാ സന്നദ്ധനാണ്. ചക്രവാളത്തിലേക്ക് നോക്കി അവിടുന്ന് നമ്മെ കാത്തിരിക്കുകയാണ്, നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. ശ്രദ്ധിക്കണോട്ടോ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ. എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും, ശ്രദ്ധിച്ചോ, എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അതിന് ദൈവകരുണയെ മറികടക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കണം. നമ്മൾ ഇവിടെ പറയണത് നിങ്ങൾ കേൾക്കണുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റണുണ്ടോ പറയണത്? പറയണത് കേൾക്കാൻ പറ്റണുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണുണ്ടോ ഞാൻ പറയണത്? നെറ്റിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അതിന് ദൈവകരുണയെ മറികടക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയില്ല. നമ്മളെപ്പോഴും വലിയ പാപങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമ്മൾ പോണത് നിരാശയിലേക്കാണ്. ഇനി നാം ഇത്രയും പള്ളിയിൽ പോവുകയും ഇത്രയും ഇരുന്നിട്ടും കൂടിയും ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്ന് വീണല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരും. പക്ഷെ ഇവിടെ പറയണ എന്താ? എത്ര ഗുരുതരമായ മാനുഷികമായ പാപമാണെങ്കിലും അതിന് ദൈവകരുണയെ മറികടക്കാനും, ദൈവകരുണയെ എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അതിന് ദൈവകരുണയെ മറികടക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയില്ല. അപ്പോൾ ദൈവകരുണയ്ക്ക് അതിനെയെല്ലാം എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ശുദ്ധീകരിക്കാനും അതിനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും. എത്ര ഗുരുതരമായ മാനുഷികമായ പാപമാണ്, ഞാൻ അത് തന്നെ വീണ്ടും വായിക്കണേ. എത്ര ഗുരുതരമായ മാനുഷികമായ പാപമാണെങ്കിലും
അതിന് ദൈവകരുണയെ മറികടക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയുകയില്ല. വിക്ടോറിയോ വെനേറ്റോ രൂപതയിൽ വർഷങ്ങളായി സേവനം ചെയ്തു വരവേ ആൽബീനോ ലൂസിയാനി ഇടവക വൈദികർക്ക് വേണ്ടി ചില പരിശീലന പരിപാടികൾ നടത്തുകയുണ്ടായി. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: അവൻ കാത്തിരിക്കുന്നു, എല്ലായ്പ്പോഴും, അതൊരിക്കലും വൈകിപ്പോകില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? അവൻ കാത്തിരിക്കുന്നു എല്ലായ്പ്പോഴും, എന്നിട്ട് പറയാണ് അതൊരിക്കലും വൈകിപ്പോകില്ല. അവനൊരു പിതാവാണ്. ഒരു പിതാവ് വാതിൽപ്പടിയിൽ കാത്തിരിക്കുന്നു. നാം ദൂരത്താണെങ്കിലും അവൻ നമ്മെ കാണുന്നു, നമ്മുടെ നേരെ വേഗം ഓടി വരുന്നു, നമ്മെ ആലിംഗനം ചെയ്യുന്നു, വാത്സല്യത്തോടെ നമ്മെ ചുംബിക്കുന്നു. അപ്പം ഇതെല്ലാം ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഈ കഥയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് പിന്നെ പറയണ വാക്ക് ശ്രദ്ധിക്കണേ: നമ്മുടെ പാപം ക്ഷമയുടെ സാന്ത്വനം ലഭിക്കുന്നതിനായി. കണ്ടോ, നമ്മുടെ പാപം ക്ഷമയുടെ സാന്ത്വനം ലഭിക്കുന്നതിനായി എന്താ ചെയ്യേണ്ടതെന്ന്? അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു രത്നം പോലെയാണെന്ന്. ഒരു രത്നം പോലെയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ പറഞ്ഞു വരണം എന്താണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ? നമ്മുടെ പാപം ക്ഷമയുടെ സാന്ത്വനം ലഭിക്കുന്നതിനായി അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു രത്നം പോലെയാണ്. ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പാപം ദൈവത്തിൻ്റെ മുമ്പിൽ എന്താണ്? ഒരു രത്നം പോലെയാണ്. മനസ്സിലായോ? എന്തുപോലെയാണ്? ഒരു രത്നം പോലെയാണ്. പക്ഷെ അത് ദൈവത്തിന് കൊടുക്കണം. മനസ്സിലാവുണ്ടോ? അത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലായോ? ആ രത്നത്തെ, ആ പാപമാകുന്ന രത്നത്തെ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? അപകടം ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? നമ്മുടെ പാപം ക്ഷമയുടെ സാന്ത്വനം ലഭിക്കുന്നതിനായി അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു രത്നം പോലെയാണ്. നമ്മുടെ പാപത്തെ ഒരു രത്നമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ക്രിസ്തു തന്നെയും ശരിക്കും അങ്ങനെ തന്നെയല്ലേ കാണുക നമ്മുടെ പാപത്തെ? ഒരു രത്നം പോലെ. പക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ അല്ലേ, നമ്മളതിനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. നമ്മളത് എന്ത് ചെയ്യണം? അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുക. അവന് കൊടുക്കുക. നമ്മുടെ പാപത്തെ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പോരായ്മകളെ എല്ലാം അവന് കൊടുക്കുക. നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അപകടത്തിലാവുന്നത്. ഇതൊരു നല്ലൊരു വേടല്ലേ ഇത്? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ്? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. എന്തെന്ന്? എൻ്റെ പാപം ഒരു രത്നം പോലെയാണ്. ആരുടെ മുമ്പിലാണ്? കർത്താവിൻ്റെ മുമ്പിൽ അത് സമർപ്പിക്കുമ്പോൾ ഒരു രത്നം പോലെയാണ്. മനസ്സിലായോ? നമ്മുടെ പാപം ക്ഷമയുടെ സാന്ത്വനം ലഭിക്കുന്നതിനായി അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു രത്നം പോലെയാണ്. ആഭരണങ്ങളുടെ ഒരു ഉപഹാരം നൽകുന്നത് ഒരു കുലീനതയാണ്. ആഭരണങ്ങളുടെ ഒരു ഉപഹാരം നൽകുന്നത് ഒരു കുലീനതയാണ്. അതൊരു തോൽവിയല്ല, ദൈവത്തെ വിജയിപ്പിക്കാൻ അനുവദിക്കുന്ന ആഹ്ലാദകരമായ വിജയമാണ്. എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുകയാണ്: കർത്താവിൻ്റെ പാത പിന്തുടരാൻ പാപികളെന്ന് സ്വയം തിരിച്ചറിയുന്നവരുടെ മേൽ. കണ്ടോ? കർത്താവിൻ്റെ പാത പിന്തുടരാൻ പാപികളെന്ന് സ്വയം തിരിച്ചറിയുന്നവരുടെ മേൽ. അതായത് പാപബോധവും പശ്ചാത്താപവും ഉണ്ടായിരിക്കുന്ന അവസ്ഥയെ അല്ലേ, ഒരു വ്യക്തിക്ക് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. കർത്താവിൻ്റെ പാത പിന്തുടരാൻ പാപികളെന്ന് സ്വയം തിരിച്ചറിയുന്നവരുടെ മേൽ കരുണ ചൊരിയാൻ സഭ വിളിക്കപ്പെടുന്നു. അവർ ചെയ്ത തിന്മയുടെ ഉത്തരവാദിത്വം പാപമോചനത്തിനായി സഭ ഏറ്റെടുക്കുന്നു. അതെങ്ങനെയാണ്? കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ് ഇപ്പം ഈ പറഞ്ഞത്. മനസ്സിലായോ? കർത്താവിൻ്റെ പാത പിന്തുടരാൻ പാപികളെന്ന് സ്വയം തിരിച്ചറിയുന്നവരുടെ മേൽ കരുണ ചൊരിയാൻ സഭ വിളിക്കപ്പെടുന്നു. അവർ ചെയ്ത തിന്മയുടെ ഉത്തരവാദിത്വം പാപമോചനത്തിനായി സഭ ഏറ്റെടുക്കുന്നു. സഭ ആളുകളെ കുറ്റം വിധിക്കുന്നില്ല.
എപ്പോഴും നമ്മൾ മറ്റൊരാളെ വിധിക്കുന്നത് അവരുടെ കുറ്റവും അല്ലേ, അവരുടെ പ്രവൃത്തികളും അവരുടെ പോരായ്മകളും അവരുടെ ബലഹീനതകളും എല്ലാം കണ്ടിട്ടാണ്. പക്ഷെ കർത്താവ് നമ്മളെ വിധിക്കുന്നത് ഇതൊന്നും കണ്ടിട്ടല്ല. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുറ്റപത്രം, നമ്മുടെ മേലെഴുതിയിട്ടുള്ള കുറ്റപത്രം നോക്കിയിട്ടല്ല കർത്താവ് നമ്മളെ വിധിക്കുന്നത്. മനസ്സിലായോ? സഭ ആളുകളെ എന്ത് ചെയ്യുന്നില്ല? കുറ്റം വിധിക്കുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാനായി അവരെ ദൈവത്തിന് അഭിമുഖമായി നിർത്തുകയാണ്. കണ്ടോ? സഭ ആളുകളെ കുറ്റം വിധിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യണം സഭ? പിന്നെ എന്ത് ചെയ്യുന്നു സഭ? ശ്രദ്ധിച്ചോ? നിങ്ങൾ ഇപ്പൊ വായിച്ച വാക്കുകൾ ശ്രദ്ധിച്ചോ? എന്തെന്നാണത്? സഭ ആളുകളെ കുറ്റം വിധിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം. ഉണ്ടോ? ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്കുകൾ ശ്രദ്ധിച്ചോ? ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുമോ എനിക്കറിയില്ല. അത് നോക്കിയോ ഒന്നും കൂടി. സഭ ആളുകളെ കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്ന വാക്കുകളെ നോക്കി. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം. ദൈവത്തിൻ്റെ കരുണയുടെ ആന്തരികമായ സ്നേഹം. ഇതെങ്ങനെയാണ് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണേ? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണേക്കാൾ ഉപരി ഇത് അനുഭവിച്ച് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അതിൽ നിന്ന് ചില 2 വാക്കുകളിലൂടെ ഒരുപക്ഷെ പറയാൻ പറ്റുമായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാനായി അവരെ ദൈവത്തിന് അഭിമുഖമായി നിർത്തുകയാണ്. ഉണ്ടോ? ദൈവത്തിന് മുമ്പിൽ അവരെ നിർത്തുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ കരുണയുടെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ സഭ എന്ത് ചെയ്യുന്നില്ല? ഇവരെ സഭ എന്ത് ചെയ്യുന്നില്ല? കുറ്റം വിധിക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാനായി അവരെ ദൈവത്തിന് അഭിമുഖമായി നിർത്തുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരിക സ്നേഹം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. ആന്തരികമായ സ്നേഹം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാൻ. അപ്പം അതെവിടെയാണ് അനുഭവിക്കുന്നത്? അത് അന്തരാത്മാവിലാണ് അനുഭവിക്കാൻ പറ്റുക. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാനായി അവരെ ദൈവത്തിന് അഭിമുഖമായി നിർത്തുകയാണ്. ഇത് സംഭവിക്കണമെങ്കിൽ നാം പുറത്തു കടക്കണം. ഈ നാം പുറത്തു കടക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളത്, നാം പുറത്തു കടക്കണം എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ പുറത്തു കടക്കേണ്ടതുണ്ട് ആദ്യം. അതെങ്ങനെയാണ് നമ്മളിൽ നിന്ന് തന്നെ പുറത്തു കടക്കണേ? അതെങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം നമ്മിൽ നിന്ന് തന്നെ പുറത്ത് കിടക്കണം എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ ഏത് അറ്റം വരെയും പോകാൻ ദൈവത്തിൻ്റെ ക്ഷമയോട് ബന്ധപ്പെട്ടും ദൈവത്തിൻ്റെ കരുണയോട് ബന്ധപ്പെടുത്തിയും നമ്മൾ ഏതറ്റം വരെ നമ്മളെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഏതറ്റം വരെ നമ്മൾ, അതിന് പരിമിതിയില്ല, അതിരുകളില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ അതിനെ പറയാനാണെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുക. ക്ഷമിച്ചാൽ മാത്രം പോരാ. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ആളോട് ക്ഷമിച്ചു അല്ലേ, പക്ഷെ ഞാൻ ആളോട് അധികം അങ്ങനെ ഇപ്പം അധികം ബന്ധമൊന്നും സ്ഥാപിക്കാൻ പോകാറില്ല, അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒരുപാട് സംസാരിക്കാൻ നിൽക്കില്ല, പക്ഷെ അയാളോട് ഞാൻ ക്ഷമിച്ചു. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ ക്ഷമിച്ചോ? ശരിക്കും ക്ഷമിച്ചോ?
അത് ദൈവികമായ ക്ഷമയിലേക്ക് പോകുന്നില്ല. സത്യം പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദൈവികമായ ക്ഷമയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ സത്യസന്ധമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആളെ എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരിക്കാൻ പറ്റും. ഹൃദയത്തിൽ ക്ഷമിച്ചാൽ മാത്രം പോരാ, ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അല്ലേ, എന്നിട്ട് ആളെ സ്നേഹിക്കണം. അല്ലെങ്കിൽ അതിനു മുൻപായിട്ട് സ്നേഹിക്കണം അല്ലേ? ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് അവരെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി ചെയ്യും. ആദ്യത്തെ പരിപാടി എന്താണ്? ആദ്യത്തെ ചവിട്ടുപടി എന്താണ്? ക്ഷമിച്ചു. നമ്മളെല്ലാവരോടും ക്ഷമിക്കാറുണ്ട്. പക്ഷെ ക്ഷമിച്ചിട്ട് പിന്നെ അവരോട് യഥാർത്ഥ ബന്ധമൊന്നും പുലർത്താൻ നമ്മൾ ആഗ്രഹിക്കില്ല. അവർക്ക് നമ്മൾ ദൂഷ്യമൊന്നും ചെയ്യാതിരുന്നാൽ പോരെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ആ സാധാരണ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ബന്ധത്തിലേക്ക് നമ്മൾ പോയി വീണ്ടും അത് വഷള് ആകുന്നൊരു തരത്തിലേക്ക് പോകണ്ടല്ലോ എന്നുള്ളൊരു ചിന്താധാര നമ്മളെപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. അത് നമ്മൾ പ്രവർത്തിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ വിഷമത്തോടുകൂടി പറയട്ടെ, അതിൽ മാനുഷികത കലർന്നിട്ടുണ്ട്. അതിൽ മാനുഷികതയാണ്. മനസ്സിലായോ? അതിൽ മുഴുവനും ദൈവികതയില്ല. ദൈവികത എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി അതിശയിക്കണം, അല്ലെങ്കിൽ അതിലംഘിക്കണം. അപ്പം ഇത് ആ നീതിയെ, അതായത് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുകയോ അതിശയിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളോട് തെറ്റ് ചെയ്തവരോടോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ചതിച്ചവരോടോ, നമ്മളോട് കുറ്റം ചെയ്തവരോടോ, നമ്മളോട് വഴക്ക് ഇട്ടവരോടോ, ഇതെല്ലാം അല്ലെ നമ്മളെ പ്രയാസപ്പെടുത്തിയവരോടെല്ലാം നമ്മൾ ക്ഷമിച്ചു എന്ന് പറയാറുണ്ട്. നമ്മൾ അല്ലേ, ക്ഷമിച്ചു എന്ന് പറയാറുണ്ട്. ആ ക്ഷമിച്ചാൽ മാത്രം പോരാ, അവരെ സ്നേഹിക്കാനും കൂടി നമുക്ക് പറ്റണം. അവരെ സ്നേഹിക്കാനും കൂടി പറ്റുമ്പോഴാണ് അവരെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിച്ച് അവരെ അങ്ങനെ ആ ഹൃദയത്തിൽ സ്വീകരിക്കുന്നൊരവസ്ഥ. അപ്പം അങ്ങനെ പറ്റണില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി അതിലംഘിക്കില്ല, അതിശയിക്കില്ല. അപ്പോൾ ചോദ്യം, അപ്പോൾ ചില ബന്ധങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇനി ഞാൻ അതിലോട്ട് കൂടുതൽ സംസാരിക്കണില്ല. അപ്പോൾ ചില സ്ഥലത്ത് പറ്റായികയൊക്കെ വരും. ചില കാര്യങ്ങൾ, ചില വ്യക്തി ബന്ധങ്ങളുമായിട്ടൊക്കെ എന്ത് സംഭവിക്കും? ആ ഒരു ബന്ധം തുടരാൻ സാധിക്കാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാറുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിലും അവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അവരെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ ആ പരിപൂർണമായ ആ ഒരു സ്വീകരണ മനോഭാവത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ, ഇത് സംഭവിക്കണമെങ്കിൽ നാം പുറത്ത് കടക്കണമെന്ന് പറഞ്ഞത്. അപ്പം എന്നിലുള്ള ഞാൻ ഇല്ലാണ്ടാവണം. എന്നിലുള്ള ഞാൻ ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് പുറത്ത് കടക്കാനാവുക. നാം നമ്മിൽ നിന്ന് പുറത്ത് കടക്കാനാവുന്നത് എന്നിലുള്ള ഞാൻ ഇല്ലാണ്ടാവണം. അപ്പം അല്ലേ, എന്നിലുള്ള ഞാനെന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മളൊരു അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ എല്ലാം ഒരു വ്യക്തിത്വം അടങ്ങിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥ ഇല്ലാണ്ടാകുമ്പോഴാണ് നാം നമ്മിൽ നിന്ന് പുറത്ത് കടക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇത് സംഭവിക്കണമെങ്കിൽ നാം പുറത്ത് കടക്കണം, സഭയ്ക്കുള്ളിൽ നിന്ന്. അപ്പം ഇവിടെ മറ്റു കാര്യങ്ങളും കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. എന്താണ്? സഭയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് കടക്കണം. സഭയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് പറയുമ്പോൾ സഭ വിട്ടു പോകണമെന്നല്ല കേട്ടോ പറയണേ. പിന്നെ ചിലപ്പോൾ അങ്ങനെയും ചിന്തിക്കാം, ചിലപ്പോൾ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ യൂട്യൂബിൽ കേൾക്കുമ്പോഴേ മനസ്സിലായോ? സഭയ്ക്കുള്ളിൽ നിന്ന്, ഇടവകകളിൽ നിന്ന് മനുഷ്യർ വസിക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം. ഇടവകകളിൽ നിന്ന് മനുഷ്യർ വസിക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം. അവർ കഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ, അവർ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നാം അവരെ കണ്ടെത്തണം. കണ്ടോ, ചില ആൾക്കാർ അവരുടെ
അല്ലേ, അവരുടെ അവസ്ഥയിൽ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണ ഒരു കാര്യമല്ല. അത് ചില അനുഭവങ്ങളാണ് നമ്മുടെ, മനസ്സിലായോ? ചില വ്യക്തികളുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതെല്ലാം. അവർ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നാം അവരെ കണ്ടെത്തണം. ഇവിടെയാണ് ഞാനൊരു സൈനിക ആശുപത്രിയായി സഭയെ സാദൃശ്യപ്പെടുത്തുന്നത്. ഒരു പുറപ്പെടുന്ന സഭയുടെ പ്രതിച്ഛായയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഒരു പുറപ്പെടുന്ന സഭയുടെ പ്രതിച്ഛായയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണ ഒരു വാക്ക് അതെന്നെ ഒരുപാട് ഇങ്ങനെ സ്പർശിച്ചൊരു വാക്കാണ്. അടുത്ത വാക്ക് നോക്കി നിങ്ങൾ. ഏറ്റുമുട്ടലുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം. ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം. ഈ ഏറ്റുമുട്ടലുകളുള്ള ഇടം എന്നുദ്ദേശിക്കുന്നത് യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലമാണോ ഉദ്ദേശിക്കണേ? അങ്ങനെയാണോ? ആണോ? എന്താ നിങ്ങൾക്ക് മനസ്സിലാവണേ? ഒരു ഫിസിക്കൽ ഒരു യുദ്ധത്തിനെ കുറിച്ചല്ല ഇവിടെ പറയണത്, മനസ്സിലാവണ്ടോ? ഏറ്റുമുട്ടലുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം. ചെറുതും വലുതുമായ ദൗർബല്യങ്ങൾക്ക് ആളുകൾ സമീപിക്കുന്ന ഒരു സുസ്ഥിരമായ ഘടനാ സംവിധാനമല്ല അത്. ഏറ്റുമുട്ടലുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം എന്ന് പറഞ്ഞാൽ അത് കുടുംബപരമാകാം, വ്യക്തിപരമാകാം, സാമൂഹികപരമാകാം. അപ്പം ഇവിടെയെല്ലാം പലവിധ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് പല രീതിയിലാണ്, പല കാര്യങ്ങളിലൂടെ. അതാണ് ഞാൻ പറഞ്ഞ, കുടുംബ ബന്ധങ്ങളിലാകാം, കുടുംബത്തിലാകാം, വ്യക്തിപരമായ ജീവിതത്തിലാകാം, നമ്മുടെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതാണ് ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ. ഇനി മറ്റൊരു വാക്കി പറഞ്ഞാൽ സമാധാനമില്ലാത്തൊരവസ്ഥ. മനസ്സിലാവുണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷാ ശൈലിയിൽ പറയാനാണെങ്കിൽ സമാധാനമില്ലാത്ത ഇടങ്ങളിൽ, മനസ്സിലായോ? ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണമെന്ന് പറയുമ്പോൾ ഇനി മറ്റൊരു വാക്ക് എന്താണ്? അതിനെ പ്രത്യേകിച്ച് നമുക്കെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാക്ക് ഇതാണ്: സമാധാനം ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം. സമാധാനം ഇല്ലാത്ത ഇടങ്ങളിൽ, മനസ്സിലായോ? ഞാനതിനെ ഒരുപാട് പറയണമെന്നില്ല. നമുക്കൊരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ പറയാനുണ്ടായില്ല. അതിൽ നിന്നല്ല, എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ അതങ്ങനെ ഓടിച്ചോടിച്ച് പറഞ്ഞിങ്ങനെ പോയിന്നുള്ളൂ. അപ്പോൾ ഏറ്റുമുട്ടലുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം നൽകുന്നത് പോലെയല്ല, മനസ്സിലായോ? ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടും ആദ്യം തന്നെ ഈശോ അപ്പസ്തോലന്മാരെ കണ്ടപ്പോൾ എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പം ഈശോ അപ്പോൾ സമാധാനം എന്നത് യേശുക്രിസ്തു തന്നെയാണ് എന്നുള്ളത് സുവിശേഷവും സഭയുടെ പ്രബോധനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആ സമാധാനം ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈശോ പറഞ്ഞു ഇല്ലേ, ഓരോ വിശുദ്ധ കുർബാനയിലും ഈ സമാധാനം നമ്മൾക്ക് തരുന്നുണ്ട്. അപ്പം ഈശോ ഇല്ലേ, സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ പുരോഹിതൻ പറയണത് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ അപ്പം എന്തെന്നാണ് നമ്മുടെ കൂടെ? ക്രിസ്തു തന്നെയാണ് നമ്മുടെ കൂടെ. മനസ്സിലായോ? ആരാണ് നമ്മുടെ കൂടെ? ക്രിസ്തു തന്നെ നമ്മുടെ കൂടെയാണെന്ന് മറ്റൊരു പാഠാന്തരം. മനസ്സിലായി? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ആ വാക്കിനെ ഞാൻ കടമെടുത്ത് പറയണം. അതിൻ്റെ മറ്റൊരു പാഠാന്തരം എന്താണ്? സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ അർത്ഥതലത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ക്രിസ്തു തന്നെ നമ്മളുടെ കൂടെ. മനസ്സിലായോ? അപ്പം ആ ക്രിസ്തു അല്ലേ, ആ സമാധാനം എന്ന ഈശോയുമായിട്ടാണ് നമ്മൾ ഈ സമാധാനമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലേണ്ടത്, വ്യക്തികളിലേക്ക് നമ്മൾ ചെല്ലേണ്ടതെന്ന് ഒരർത്ഥവും കൂടി അതിലുണ്ട്. എന്തെന്ന്? ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണമെന്ന് പറയുമ്പോൾ അവിടെ സമാധാനമില്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? സൂചിപ്പിക്കുകയല്ല, അതിനെയാണ് മനസ്സിലാക്കേണ്ടത്.
ചെറുതും വലുതുമായ ദൗർബല്യങ്ങൾക്ക് ആളുകൾ സമീപിക്കുന്ന ഒരു സുസ്ഥിരമായ ഘടനാ സംവിധാനമല്ല അത്. പ്രഥമ ശുശ്രൂഷയും ദ്രുത ചികിത്സയും, ശ്രദ്ധിക്കണോട്ടോ, പ്രഥമ ശുശ്രൂഷ അതായത് ആദ്യത്തെ ശുശ്രൂഷയും ദ്രുത ചികിത്സയും, ആദ്യത്തെ ശുശ്രൂഷയും വേഗത്തിലുള്ള ചികിത്സയും ഉണ്ടോ. ആദ്യത്തെ ശുശ്രൂഷയും ദ്രുത ചികിത്സ എന്ന് പറഞ്ഞാൽ വേഗത്തിലുള്ള ചികിത്സയും ലഭ്യമാകുന്ന സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി ആയിരിക്കണം അത്. എന്ത്? സഭ. എന്തെന്നാണ് സഭ? ഒരാശുപത്രി ആയിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അപ്പം അതെന്താണ്? പ്രഥമ ശുശ്രൂഷയും ദ്രുത ചികിത്സയും, അതായത് ആദ്യത്തെ ശുശ്രൂഷയും പിന്നെ വേഗത്തിലുള്ള ചികിത്സയും ലഭ്യമാകുന്ന ഒരിടമായിരിക്കണം അത്, ഒരാശുപത്രി ആയിരിക്കണം അത് സഭ. അതുകൊണ്ട് പോരാളികൾ മരിക്കില്ല. കണ്ടോ? അതുകൊണ്ട് പോരാളികൾക്ക് എന്ത് സംഭവിക്കില്ല? മരണം സംഭവിക്കില്ല. മനസ്സിലാവുണ്ടോ? ഇതൊരു ഭാവനാത്മകമായിട്ട് ഇങ്ങനെ അല്ലേ, ഒരു ആശുപത്രിയായിട്ടും ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാണ് സഭയെയും സഭയിലെ വിശ്വാസികളെയും മനുഷ്യ വംശത്തെയും എല്ലാം. അപ്പം അതുകൊണ്ട് പോരാളികൾ മരിക്കില്ല. ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനമല്ല, മറിച്ച് അടിയന്തര ചികിത്സ ലഭിക്കുന്ന ഇടമായിരിക്കണം അത്. കണ്ടോ? ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനമല്ല, പിന്നെയോ മറിച്ച് അടിയന്തര ചികിത്സ ലഭിക്കുന്ന ഇടമായിരിക്കണം ഇത്. അടിയന്തര ചികിത്സ ലഭിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കില്ല? പോരാളികൾ മരിക്കില്ല. എന്നിട്ട് പറയാണ്, ശ്രദ്ധാപൂർവം ശ്രവിക്കാനും മനസ്സിലാക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും വേണ്ട മുറിവേറ്റവരിലേക്ക് പുറപ്പെടുന്ന സഭ. ശ്രദ്ധിക്കണോട്ടോ, 4 കാര്യങ്ങൾ പിന്നെ പറയാണ്. ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? മനസ്സിലാക്കാൻ. മൂന്നാമത്തെ കാര്യം ക്ഷമിക്കാൻ. നാലാമത്തെ കാര്യം സ്നേഹിക്കാനും. ശ്രദ്ധാപൂർവം ശ്രവിക്കാനും മനസ്സിലാക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും വേണ്ട മുറിവേറ്റവരിലേക്ക് പുറപ്പെടുന്ന സഭ. ആ മുറിവേറ്റ ഹൃദയങ്ങളെ കരുണയോടുകൂടി സമീപിക്കണമെന്ന് ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ എല്ലാം പറയണ്ടായി. എന്താണ്? മുറിവേറ്റ ഹൃദയങ്ങളെ കരുണയോടുകൂടെ സമീപിക്കണം. അപ്പം മുറിവേറ്റവരിലേക്ക് പുറപ്പെടുന്ന സഭ തൻ്റെ ആഴമാർന്ന മാതൃത്വവും കരുണാമയവുമായ രൂപവും വെളിപ്പെടുത്താൻ. ശ്രദ്ധിക്കണോട്ടോ, സഭ തൻ്റെ ആഴമാർന്ന മാതൃത്വവും. അപ്പം സഭ മാതാവാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സഭ തൻ്റെ ആഴമാർന്ന മാതൃത്വവും കരുണാമയവുമായ രൂപവും വെളിപ്പെടുത്താൻ ഈ ജൂബിലി സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണ, ഇത്രയേറെ കരുണ കാണിക്കേണ്ടതുണ്ടോ എന്ന് സഭയ്ക്കുള്ളിൽ നിന്ന് പോലും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പുറമേ നിന്ന് മുഴുവനായിട്ടും അങ്ങനത്തെ ചോദ്യം ഉയരാറുണ്ട്. അപ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് പോലും ഇങ്ങനൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തെന്നാണ്? ഇത്രയേറെ കരുണ കാണിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഈശോ പറയാനാണ്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അതിര് കവിഞ്ഞ് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിച്ച് നിൽക്കണമെന്ന് ഈശോ പറയാണ്. അപ്പോൾ ആ നീതി എന്താണ്? ആ നീതിയാണ് ദൈവനീതി. ആ ദൈവനീതി എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? കുറ്റം ചെയ്തവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. എന്ത്? ഈ ദൈവനീതി. ലോകനീതി എന്താണ്? കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുക. ദൈവനീതി എന്താണ്? കുറ്റം ചെയ്തവനെ രക്ഷിക്കുക.
അപ്പോൾ ലോകനീതി ഇല്ലേ, ഇപ്പോൾ കോടതിയിലെല്ലാം എന്താണ് കുറ്റപത്രം അല്ലേ, ചാർജ് ഷീറ്റ് നോക്കിയിട്ടാണ് ആൾക്ക് അല്ലേ ആൾ ചെയ്ത കുറ്റം അതിന്മേലുള്ള ഇന്നിത്ര ശിക്ഷ, അപ്പോൾ ആ കുറ്റത്തിന്മേൽ ഇന്നിത്ര ശിക്ഷ. അപ്പോൾ ആ കുറ്റപത്രം, ആ ചാർജ് ഷീറ്റ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിധിക്കുന്നത്, ശിക്ഷ വിധിക്കുന്നത്. പക്ഷെ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഈശോ നമ്മുടെ ചാർജ് ഷീറ്റ് നോക്കിയിട്ടല്ല നമ്മളെ വിധിക്കണത്. അവനങ്ങനെ ആഗ്രഹിക്കണില്ല. നമ്മുടെ ചാർജ് ഷീറ്റ് നോക്കി നമ്മളെ വിധിക്കാൻ അവൻ ആഗ്രഹിക്കണമില്ല, അവൻ അങ്ങനെ ചെയ്യുമില്ല. മനസ്സിലാവും? അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇത്രയേറെ കരുണയോ എന്നുള്ളതാണ് ഇതിൻ്റെ ഹെഡ്ലൈൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരു ചോദ്യം ചോദിച്ചതിന്മേൽ അതിനുള്ള ഉത്തരങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ ഞാൻ അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നില്ല അവൻ തൻ്റെ പഴയ വഴികളിലേക്ക് തിരിച്ചുപോയി കൂടുതൽ പാപം ചെയ്താലോ എന്ന്. ഇതൊക്കെ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണുണ്ടോ നിങ്ങളെ? കണ്ടോ? അതായത് ധൂർത്തുപുത്രനോട് ക്ഷമിച്ചപ്പോഴേ ദൈവം ഇങ്ങനെ അല്ലേ, ആ പിതാവ് കരുണയുള്ള പിതാവ് ഇങ്ങനെ വിചാരിച്ചോ, അതായത് ഇപ്പോൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ കാര്യത്തിന്മേൽ അവനോട് ക്ഷമ കൊടുക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും ആ പഴയ പാപത്തിലേക്ക് തിരിച്ചു പോകൂല എന്ന് ആര് കണ്ടു? അങ്ങനെ ഉറപ്പൊന്നുമില്ലല്ലോ അല്ലേ. അവൻ വീണ്ടും പോയാലോ അങ്ങനെ? പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ പറയുന്നില്ല. അങ്ങനെ അല്ലേ, അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല ഈ പിതാവ്. മനസ്സിലായല്ലോ അല്ലേ? അതൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അതിന് ദൈവകരുണയെ മറികടക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയില്ല. കണ്ടോ? എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അതിന് ദൈവകരുണയെ മറികടക്കാൻ, കണ്ടോ? എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അത് എവിടെ വന്ന് നിൽക്കും? ദൈവത്തിൻ്റെ കരുണയിൽ വന്ന് നിൽക്കും. ദൈവത്തിൻ്റെ കരുണയിൽ വന്നത് എന്താകും? ചാമ്പലായി പോകും. മനസ്സിലായോ? എത്ര ഗുരുതരമായ മാനുഷിക പാപമാണെങ്കിലും അത് എവിടെ വന്ന് നിൽക്കുമെന്നാ പറയണേ? അല്ലെങ്കിൽ എന്തിൽ ലയിച്ചു പോകും? ദൈവത്തിൻ്റെ കരുണയിൽ അത് ലയിച്ചു പോകും. അതിനെ മറികടക്കാൻ അതിന് കഴിയില്ല എന്നത്, മറികടക്കാനോ പരിമിതപ്പെടുത്താനോ കഴിയില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ കണ്ടു. നമ്മുടെ പാപം ക്ഷമയുടെ സാന്ത്വനം ലഭിക്കുന്നതിനായി അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു രത്നം പോലെയാണ് എന്ന് നമ്മൾ വായിച്ചു അല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാപം, ക്ഷമയുടെ സാന്ത്വനം ലഭിക്കുന്നതിന് നമ്മുടെ പാപം അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുന്ന എന്തുപോലെയാണെന്ന്? ഒരു രത്നം പോലെയാണ്. ഒരു രത്നം പോലെയാണ് നമ്മുടെ പാപം. പക്ഷെ അത് സമർപ്പിക്കുന്നില്ലെങ്കിൽ അത് എന്താകും? തീക്കനൽ പോലെ ആകാൻ ചാൻസ് ഉണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ കരങ്ങളിൽ വെച്ചിരിക്കുന്ന തീക്കനലിന് തുല്യമാകും. അത് അപകടവുമാകും. മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അത് രത്നം പോലെ ആയി മാറും. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റ് എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാനായി അവരെ ദൈവത്തിന് അഭിമുഖമായി നിർത്തുകയാണ്. അപ്പം എന്തെന്നാണ്? ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആന്തരികമായ സ്നേഹം അനുഭവിക്കാനായി അവരെ ദൈവത്തിന് അഭിമുഖമായി നിർത്തുകയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്നുള്ളത് ഞാൻ വീണ്ടും ഇത് പറയുന്നതാണ്. മനസ്സിലായോ? അത് നോട്ട് ദ പോയിന്റ്, അതായത് നോട്ട് ചെയ്യാൻ വേണ്ടി അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല, അതിനെ അവിടെ വളരെ ശ്രദ്ധാപൂർവം അതിനെ അടയാളപ്പെടുത്തിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണ്? ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം. ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം.
എന്താണ്? ഏറ്റുമുട്ടലുകളുള്ള നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണം. സമാധാനമില്ലാത്ത, അപ്പോൾ അതാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു അല്ലേ, നിങ്ങൾ എവിടെ പോകുന്നുവോ, ഏത് ഭവനത്തിൽ പ്രവേശിക്കുന്നു അവിടെ സമാധാനം ആശംസിക്കണം, പ്രഖ്യാപിക്കണം, സമാധാനം കൊടുക്കണം. മനസ്സിലായോ എന്നുള്ളത്? അപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുന്ന വ്യക്തികളും ിലുമെല്ലാം ഈ സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിക്കണില്ലെങ്കിൽ നമ്മളിൽ ആ സമാധാനമില്ല. അപ്പം അതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റണം. നമ്മളിൽ ആ സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ആ സമാധാനം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ആ സമാധാനം നമ്മൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സമാധാനം എന്നത് യേശുക്രിസ്തു തന്നെയാണെന്നുള്ളതും മറ്റൊരു കാര്യം. മനസ്സിലാവുണ്ടോ? സമാധാനം എന്നത് ഒരു എന്താ പറയുക, ഒരു സാധനമല്ല, എന്താ പറയുക, അതൊരു കാര്യമായിട്ട് മാത്രമല്ല, അതിനെ ഒരു വ്യക്തി, സമാധാനം എന്നത് ഇപ്പോൾ മനസ്സിലായി. ഇപ്പം എന്താണ്? സമാധാനം എന്നതൊരു വ്യക്തിയാണ് അല്ലേ? സമാധാനം എന്നത് ആരാണ്? ഒരു വ്യക്തിയാണ് എന്നും കൂടി മനസ്സിലാക്കുന്നത് സഭയുടെ പ്രബോധനത്തിൻ്റെ കീഴിൽ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ കാര്യമാണ്. എന്താണ്? സമാധാനം എന്നത് ആരാണ്? ഒരു വ്യക്തിയാണ്, അത് ക്രിസ്തുവാണെന്നും കൂടി മനസ്സിലാക്കുക. ഒരു വ്യക്തിയാണെന്നും അത് ക്രിസ്തുവാണെന്നും മനസ്സിലാക്കുക. അപ്പോൾ ആ ക്രിസ്തുവാകുന്ന സമാധാനം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് ചെല്ലുന്നുവോ, ഏത് സ്ഥലത്ത് ചെല്ലുന്നോ അവിടെയെല്ലാം ഇത് പ്രസരിപ്പിക്കപ്പെടും. നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തുവാകുന്ന സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തും നമ്മൾ ചെല്ലുന്ന വ്യക്തികളുടെ അടുത്തും ഇത് പ്രസരിപ്പിക്കപ്പെടില്ല. കാരണം എന്താ? നമ്മുടെ കയ്യിലില്ല. മനസ്സിലാവുണ്ടോ? അപ്പം ഇതാണ് ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞതിൻ്റെ ആ ചെറിയൊരു വാക്കാണത്. ആ വാക്കിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ വിചാരിക്കണത് യുദ്ധഭൂമിയിലൊക്കെ പോയിട്ട് അല്ലേ, അങ്ങനെയല്ലേ പെട്ടെന്ന് വിചാരിക്കണേ? അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? അതൊരു അക്ഷരാർത്ഥം. യുദ്ധഭൂമിയിലൊക്കെ പോയിട്ട് അല്ലേ, അത് ഒരു അക്ഷരാർത്ഥം. പക്ഷെ ഇവിടെ അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ്? ആന്തരിക അർത്ഥം, ആ ആന്തരിക അർത്ഥമാണ് സമാധാനമില്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഒരു LKG പഠന രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്താ? സമാധാനമില്ലാത്തവർക്ക് നമ്മളിൽ വസിക്കുന്ന സമാധാനത്തെ പകർന്നു കൊടുക്കുക. സമാധാനമില്ലാത്ത വ്യക്തികൾക്കും സമാധാനമില്ലാത്ത ഇടങ്ങളിലും നമ്മളിൽ വസിക്കുന്ന സമാധാനത്തെ പകർന്നു കൊടുക്കുക. അത് പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചിലയിടത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും നമുക്കത്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കഥയൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ കഥയിലോട്ടൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സമാധാനം ഇല്ലാത്ത ഇടങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളുള്ള ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം വേണമെന്നൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം എൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. അപ്പം ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുതിയ ആൾക്കാർക്ക് ഇതിപ്പോൾ എന്താ പറയുക, അവിടെ ഇവിടെയും കണക്ഷൻ ഇല്ലാത്ത രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു പോയതായിട്ടൊക്കെ എനിക്ക് തോന്നണുണ്ട്. എനിക്കറിയില്ല. അപ്പം ഇന്നിങ്ങനെയാണ് പറയാൻ സാധിച്ചത്. സാധാരണ പറയണ പോലെ ഒരു രീതി ആയിരുന്നില്ല ഇന്ന്. എന്തോ ഇന്നിങ്ങനെയായിരുന്നു. അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലോട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും. പഴയ ആൾക്കാർക്കാണെങ്കിൽ പിന്നെ അത് അങ്ങനെ അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നിർത്താട്ടോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓഫ് ചെയ്തിട്ട്